So good morning. നമ്മൾ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിന്റെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ക്യൂ മീറ്റർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ മീറ്റർ. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സോ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് തിയറി വൈസ് ഉണ്ട്, പിന്നെ ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊരു കാര്യം നമുക്ക് നോക്കാം. വൺ ബൈ വൺ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ എന്താ ക്യൂ മീറ്റർ? വാട്ട് ഈസ് മീൻ ബൈ ക്യൂ മീറ്റർ? ക്യൂ മീറ്റർ മീൻസ് ഇറ്റ് ഇസ് കാൾഡ് ക്വാളിറ്റി ഫാക്ടർ മീറ്റർ. ക്യൂ മീറ്റർ അഥവാ ക്വാളിറ്റി ഫാക്ടർ മീറ്റർ. നമ്മളിപ്പം എന്താ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നോക്കാം വാട്ട് ഈസ് മീൻ ബൈ ക്യൂ മീറ്റർ. ക്യൂ മീറ്റർ അഥവാ എന്തായിരിക്കും? ക്വാളിറ്റി ഫാക്ടർ മീറ്റർ. ക്യൂ മീറ്റർ ഓർ ക്വാളിറ്റി ഫാക്ടർ മീറ്റർ. അപ്പോൾ നമ്മൾ എ സി ബ്രിഡ്ജസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും? എ സി ബ്രിഡ്ജസ് പഠിച്ചപ്പോഴത്തേക്ക് ക്വാളിറ്റി ഫാക്ടർ മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും? എ സി ബ്രിഡ്ജസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എ സി ബ്രിഡ്ജസ് വെച്ച് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. അപ്പം ആ ഒരു ഡിസഡ്വാൻറ്റേജ്, ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്യൂ മീറ്ററിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ ദോ ക്യൂ മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും? ലെസ് ടൈം കൺസ്യൂം ചെയ്യാൻ, പക്ഷെ എന്തായിരിക്കും? ഇന്നാക്യുറേറ്റ് ആയിരിക്കും, ലെസ് ആക്യുറസി ആയിരിക്കും ഉണ്ടാവുക. ക്യൂ മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആക്യുറസി കുറവായിരിക്കും, പക്ഷെ എന്തായിരിക്കും? ലെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. എ സി ബ്രിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? എ സി ബ്രിഡ്ജസ് ആക്യുറേറ്റ് മെഷർമെന്റ് ആയിരിക്കും തരുന്നത്, പക്ഷെ എന്തായിരിക്കും? ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ്, ക്യൂ മീറ്ററിനെ പറ്റി എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ക്യൂ മീറ്റർ വർക്ക്സ് ഓൺ എന്തായിരിക്കും? Q meter works on the principle of series resonance. ഓർത്ത് വയ്ക്കുക, the Q meter works on the principle of Q meter works on the principle of series resonance. Works on the principle of series resonance. Important point ആണ്, ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും? ഞാൻ നമുക്ക് മുന്നേ പറഞ്ഞ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് അല്ലെ? ക്യൂ മീറ്റർ ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ്. ഈ ലെസ് ആക്യുറേറ്റ് പറയുന്നത് എന്തായിരിക്കും? അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലെ? ലെസ് ആക്യുറസി മീൻസ് ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. ലെസ് ആക്യുറേറ്റ് ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. സോ അത് ലെസ് ടൈം കൺസ്യൂം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇതായിരിക്കും ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കിക്കോ, ഇതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മളത് നെറ്റ്വർക്കിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇതിനെ സീരീസ് ആർ എൽ സി സർക്യൂട്ട് എങ്ങനെ ആയിരിക്കും വരിക? ഇതിനെ സീരീസ് ആർ എൽ സി സർക്യൂട്ട്. അപ്പൊ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇത് ഏതായിരിക്കും? ക്യൂ മീറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സീരീസ് റെസൊണൻസ് അല്ലെ? അപ്പം ഇതിനെ സീരീസ് ആർ എൽ സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ എന്തായിരിക്കും വരിക? അറ്റ് റെസൊണൻസ് എന്തായിരിക്കും വരിക? XL is equal to XC അല്ലെ? XL is equal to XC. ദാറ്റ് മീൻസ് സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണെങ്കിൽ RLC, ഇതൊരു സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് R, ഇത് XL, ഇത് XC ആണെങ്കിൽ എന്തായിരിക്കും? അറ്റ് റെസൊണൻസ് എന്തായിരിക്കും? XL is equal to XC. Therefore I is equal to നമുക്ക് എഴുതാൻ പറ്റും, I is equal to V by Z ആണ്. Therefore that is equal to എന്തായിരിക്കും? I is equal to V divided by square root of R square plus XL difference അല്ലെങ്കിൽ XL minus XC the whole square എന്ന് പറയാൻ പറ്റും. Here XL is equal to XC ആയതുകൊണ്ട് എന്തായിരിക്കും? At resonance XL is equal to XC ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Therefore എന്തായിരിക്കും? ഈ ടേം 0 ആയി പോകും. Therefore I is equal to കിട്ടും, I is equal to V by R അല്ലെ? I is equal to V by R. At resonance condition I is equal to V by R. അപ്പം ഫ്രീക്വൻസി എന്തായിരിക്കും വരിക? അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് റെസൊണൻസ് F is equal to 1/2 pi into root of എന്തായിരിക്കും? LC അല്ലെ? 1/2 pi root LC is the frequency. അപ്പോൾ നമ്മൾ നോക്കിയേ, അപ്പൊ റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് I is equal to V by R എന്ന് നമ്മൾ പഠിച്ചല്ലേ? Therefore എന്തായിരിക്കും വരിക? The voltage across the capacitance VC is equal to at resonance എന്തായിരിക്കും? VC is equal to എന്തായിരിക്കും വരിക? Voltage across the capacitance is equal to I into XC അല്ലെ? VC is equal to I into XC. But at resonance എന്തായിരിക്കും? ഇത് at resonance നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? At resonance XL is equal to SC അല്ലേ? At resonance we know that XL is equal to XC. Therefore എന്തായിരിക്കും?
വി സി ഈസ് ഈക്വൽ ടു നമുക്ക് എക്സിക്ക് വരെ എന്ത് കൊടുക്കാൻ പറ്റും, ഐ ഇൻറ്റു എക്സ് എൽ എന്ന് കൊടുക്കാം അല്ലെ, ഐ ഇൻറ്റു എക്സ് എൽ എന്ന് കൊടുക്കും. Therefore that is VC is equal to I into x എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ L ഒമേഗ അല്ലെ, L ഒമേഗ. Therefore that is equal to എന്തായിരിക്കും, that is equal to I into ഐക്ക് പകരം നമുക്ക് എന്താ V by R എന്ന് കൊടുത്തൂടെ. That is VC is equal to എന്താണ്, VC is equal to V by R അല്ലെ, V by R into L ഒമേഗ. Because at resonance എന്തായിരിക്കും, I is equal to V by R നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 2 അല്ലെ, ഇക്വേഷൻ നമ്പർ 2. The XL is equal to X is equal to equation number 1. So equation number 2 അനുസരിച്ചിട്ട് എന്തായിരിക്കും, I is equal to V by R അല്ലെ, by equation number 2. അപ്പോൾ എന്തായിരിക്കും I is equal to V by R. Therefore എന്തായിരിക്കും VC is equal to നമുക്ക് എഴുതാൻ പറ്റും, VC is equal to V into what is L omega by R, L omega L by R എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ Q അല്ലെ, it is the Q. നമുക്കറിയാം ക്വാളിറ്റി ഫാക്ടർ Q is equal to നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒമേഗ L by R നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore എങ്ങനെയായിരിക്കും വരിക, therefore quality factor Q can be defined as Q is equal to നമുക്ക് എഴുതാൻ പറ്റും VC by V, VC by V at condition ഏതാ, at resonance. Therefore quality factor Q is equal to എന്തായിരിക്കും, voltage across the capacitance VC by എന്തായിരിക്കും സപ്ലൈ വോൾട്ടേജ് ആയിരിക്കും. ഇതായിരിക്കും നമ്മുടെ ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, Q is equal to VC by V. അല്ലെങ്കിൽ Q is equal to എഴുതാൻ പറ്റും, Q is equal to voltage across the capacitor by supply voltage അല്ലെ, Q is equal to voltage across capacitor അല്ലെ, voltage across the capacitor divided by എന്തായിരിക്കും supply voltage, divided by supply voltage. അപ്പോൾ എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്ത് വയ്ക്കുക, ഇത് വെച്ചിട്ട് ഡയറക്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായിരിക്കും ക്യൂ മീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ക്യൂ മീറ്റർ ഈസ് എന്തായിരിക്കും സീരീസ് റെസൊണൻസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ് അല്ലെ, ഈവൻ ദോ ലെസ് ആക്യുറേറ്റ് ആണെങ്കിൽ തന്നെയും ബിക്കോസ് ഓഫ് ദ ലെസ് ടൈം കൺസ്യൂമിംഗ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, പോപ്പുലർ ആയിട്ട് നമ്മൾ ക്യൂ മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്തായിരിക്കും വരിക, പിന്നെന്തായിരിക്കും നമ്മൾ അതിന്റെ റെസൊണന്റ് കണ്ടീഷൻ നോക്കണം അല്ലെ, സീരീസ് റെസൊണൻസ് ആയിട്ട് എന്തായിരിക്കും റെസൊണന്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്തായിരിക്കും XL is equal to XC ആണ്. Therefore I is equal to എന്തായിരിക്കും V by Z ആയിരിക്കും. ബിക്കോസ് എന്തായിരിക്കും I is equal to V by Z, Z വരെ എന്തായിരിക്കും RL സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് എന്താ സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് XL is equal to XC ആകുമ്പോഴത്തേക്ക് എന്താ സെക്കൻഡ് ടേം 0 ആയി പോകും. Therefore I is equal to V by R അല്ലെ, V by R. അപ്പം ആ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത് നമ്മൾ പോവാണ് കപ്പാസിറ്റൻസ് VC is equal to I into XC അല്ലെ, കപ്പാസിറ്റൻസ് ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക, I into XC. XCക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, റെസൊണൻസ് കണ്ടീഷൻ XL is equal to XC നമുക്കറിയാം. ഐക്ക് പകരം കൊടുത്തു V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ Qന് നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും, Q is equal to വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ് ബൈ സപ്ലൈ വോൾട്ടേജ് നമുക്ക് കിട്ടും. സോ ഇത് ഓർത്ത് വയ്ക്കാം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്വാളിറ്റി ഫാക്ടർ Q is equal to VC by V. VC means voltage across the capacitors and V means supply voltage. Then types of Q meter, types of connection of Q meter. Next point ആണ്, next is subheading ആണ് types of connection of Q meter. Types of connection of Q meter. Types of connection of Q meter പ്രധാനമായിട്ടും 3 കണക്ഷൻ ആണുള്ളത്. ഒന്നാമതായിരിക്കും ഡയറക്റ്റ് കണക്ഷൻ, രണ്ടാമത്തത് ഇതായിരിക്കും സീരീസ് കണക്ഷൻ, മൂന്നാമത്തതായിരിക്കും പാരലൽ കണക്ഷൻ. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഡയറക്റ്റ് കണക്ഷൻ ഓഫ് Q meter. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മൾ ഫോക്കസ് ഉള്ളത്. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഒന്നും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ടൈപ്സ് ഓഫ് കണക്ഷൻ ഓഫ് Q meter വെച്ചാൽ ഡയറക്റ്റ് കണക്ഷൻ. സോ അതിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതായിരിക്കും അടുത്ത സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പൊ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. എന്താണ് ഡയറക്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഹൗ ദ ക്വാളിറ്റി ഫാക്ടർ ഇസ് മെഷർഡ് ബൈ യൂസിങ് ദ ഡയറക്റ്റ് കണക്ഷൻ. ഇതാണ് ഡയറക്റ്റ് കണക്ഷന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കണക്ഷൻ ഓഫ് Q meter, അതാണ് ഹെഡിങ് കൊടുക്കാം.
direct connection of tube meter. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ ഫസ്റ്റ് ഒരു ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്, ഇതല്ലേ ഇതൊരു ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തായിരിക്കും ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് കഴിഞ്ഞ ശേഷം ഈ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ആർ ഇന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. ആർ ഇതായിരിക്കും സ്മോൾ ലെറ്റർ, നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ്. ഈ റെഫറൻസ് മാറ്റിയിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഈ ആറിന് നമ്മൾ വിളിക്കുന്നതായിരിക്കും ഇൻസേർഷൻ റെസിസ്റ്റൻസ് എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. എന്തിനായിരിക്കും നമ്മൾ ഈ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്? കാര്യം ഇത് ഓസിലേറ്റർ ആണ്. ഈ ഓസിലേറ്റർ എന്ത് ചെയ്യും? ഇത് സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്തില്ലേ? സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വോൾട്ടേജ് വേണ്ടേ? കാര്യം എന്തായിരിക്കും? സപ്ലൈ വോൾട്ടേജ്, നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ ഇക്വേഷൻ എന്താ? Q = VC/V അല്ലെ? VC/V ആണ്. അപ്പൊ നമുക്ക് സപ്ലൈ വോൾട്ടേജ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? നമുക്ക് റെസിസ്റ്റൻസിനെ ക്രോസ് ആയിട്ട് മാത്രമേ നമുക്ക് സപ്ലൈ വോൾട്ടേജ് V എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സപ്ലൈ വോൾട്ടേജ് V, സോ വി ഹാവ് ടു കണക്ട് വൺ റെസിസ്റ്റൻസ് R. സോ അതാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ്, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സപ്ലൈ വോൾട്ടേജ് V, അതാണ് നമ്മൾ ഇൻസേർഷൻ റെസിസ്റ്റൻസ് ആയ R എന്ന് പറഞ്ഞ ഇൻസേർഷൻ റെസിസ്റ്റൻസ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, R എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും വരിക? ഇതിന് ഈ ഒരു LC എന്ന് പറയുന്ന അറേഞ്ച്മെന്റ് എന്തായിരിക്കും? ഇതായിരിക്കും സോക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ഇറ്റ് ഈസ് കാൾഡ് സോക്കറ്റ്. ഇറ്റ് ഈസ് കാൾഡ് സോക്കറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ സോക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും വരിക? ഇവിടെ ആയിരിക്കും നമ്മളുടെ കപ്പാസിറ്റർ വയ്ക്കുന്നത്. ഈ കപ്പാസിറ്റർ എന്താ നമ്മൾ പറയുന്നത്? ട്യൂണിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. കപ്പാസിറ്റർ ഈസ് കാൾഡ് ട്യൂണിംഗ് കപ്പാസിറ്റർ. ട്യൂണിംഗ് കപ്പാസിറ്റർ. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഇവിടെ കാണിച്ചിരുന്ന വോൾട്ട് മീറ്റർ ഉണ്ട്. ഈ വോൾട്ട് മീറ്റർ, ഈ ക്യൂബീറ്റർ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ വോൾട്ട് മീറ്ററാണ് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഈ വോൾട്ട് മീറ്റർ നമ്മൾ പറയുന്നത് തെർമോകപ്പിൾ വോൾട്ട് മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തെർമോകപ്പിൾ വോൾട്ട് മീറ്റർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ക്യൂ മീറ്റർ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡയറക്റ്റ് കണക്ഷൻ ഓഫ് ക്യൂ മീറ്ററിനകത്ത് ഏത് വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് തെർമോകപ്പിൾ വോൾട്ട് മീറ്റർ. PMMC എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്നും എടുത്ത് വയ്ക്കരുത്, ഒരിക്കലും ഉണ്ടാവത്തില്ല. കാര്യം ഇത് ഇതായിരിക്കും റെസൊണൻസ് കണ്ടീഷൻ ആണ്, AC കണ്ടീഷൻ ആണ്. സോ ഇതായിരിക്കും തെർമോകപ്പിൾ വോൾട്ട് മീറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇനി എന്തായിരിക്കും? പിന്നെ എന്തായിരിക്കും നമ്മൾ പറഞ്ഞ ഓസിലേറ്റർ? ഈ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോഴേക്കും എന്താ? KHz to MHz റേഞ്ചുള്ള ഫ്രീക്വൻസി ഉള്ള ഓസിലേറ്റർ ആയിരിക്കും. ഫ്രം KHz to MHz ഫ്രീക്വൻസി ഓസിലേറ്റർ. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് എന്തായിരിക്കും ഒന്ന് ഡിഫൈൻ ചെയ്യാം ഇതിനെ പറ്റിയിട്ട്. അപ്പൊ എന്തായിരിക്കും വരിക? ഫസ്റ്റ് നമ്മൾ നോക്കിയേ, ഇൻസെർഷൻ ക്യാപിറ്റൽ സ്മോൾ r is called the എന്തായിരിക്കും? സ്മോൾ r is a insertion resistance. Insertion resistance. Insertion resistance. Insertion resistance. And വോൾട്ട്മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? എന്തിനാ ഇൻസേർഷൻ റെസിസ്റ്റൻസ് വയ്ക്കുന്നത്? എന്തിനായിരിക്കും? In order to measure the supply voltage അല്ലേ? In order to measure the supply voltage. In order to measure the supply voltage. In order to measure the supply voltage. ഇതാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജിനെ മെഷർ ചെയ്യുന്ന വോൾട്ട്മീറ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ്. അതാണ് നമ്മൾ സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന വോൾട്ട്മീറ്റർ V. അപ്പം ഇതായിരിക്കും R എന്ന് പറയുന്ന ഇൻസേർഷൻ റെസിസ്റ്റൻസ് ആണ്. അതിന് അക്രോസ് ആയിട്ട് നമ്മൾ ഇതിന് ഒരു വോൾട്ട്മീറ്റർ വെച്ചിട്ടുണ്ട്. ദാറ്റ് വോൾട്ട്മീറ്റർ മെഷേഴ്സ് ദ സപ്ലൈ വോൾട്ടേജ് അല്ലെ. രണ്ടാമതായിരിക്കും സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? thermocouple voltmeter അല്ലെ. It is also called എന്തായിരിക്കും? It is also called capacitor voltmeter or Q voltmeter. Next part is thermocouple voltmeter അല്ലെ. Thermocouple voltmeter, it is also called എന്തായിരിക്കും? or നമുക്ക് എന്ത് പറയാൻ പറ്റും? capacitor voltmeter or എന്തായിരിക്കും? Q voltmeter or Q voltmeter എന്ന് പറയുന്നത്. കപ്പാസിറ്റർ വോൾട്ട്മീറ്റർ ഓർ Q വോൾട്ട്മീറ്റർ. ഇനി നമ്മളിപ്പോ നോക്കിയേ, നമ്മൾ ഈ സോക്കറ്റിൽ നമുക്ക് ഏത് കോയിലിന്റെ ആണോ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി വാട്ട് ഈസ് മീൻ ബൈ ക്വാളിറ്റി ഫാക്ടർ? ദാറ്റ് ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഫാക്ടർ ഇറ്റ് മെഷേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ആൻ ഇൻഡക്ടർ അല്ലെ. അപ്പൊ ഈ സോക്കറ്റിൽ വെക്കുന്നത് എന്തായിരിക്കും? സോ ഈ സോക്കറ്റിൽ വെക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ഇൻഡക്ടർ ആയിരിക്കും നമ്മൾ ഈ സോക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഇൻഡക്ടറിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ക്വാളിറ്റി മീൻസ് ഈ ഇൻഡക്ടറിന്റെ ക്വാളിറ്റി ഫാക്ടർ. ദാറ്റ് മീൻസ് ഇറ്റ് മെഷേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ ഇൻഡക്ടർ. അപ്പൊ നമ്മൾ ഈ ഒരു കോയിൽ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഈ സോക്കറ്റിലാണ് ഏതിന്റെ ആണോ
ഏതിന്റെയാണോ ക്വാളിറ്റി ഫാക്ടർ മെഷർ ചെയ്യാനുള്ളത്, that we have to place this that coil in the where in this socket. For see